ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹാജരാക്കിയത്. പ്രതികളായ ഷുഹൈബ്, അബ്ദുൽ നാസർ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചില്ല. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, വിശദാംശങ്ങൾ. ഈ 11-ാം തീയതിയായിരുന്നു 3 ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതികളായിട്ടുള്ള ഷുഹൈബിനെയും അബ്ദുൽ നാസറിനെയും താമരശ്ശേരി ജുഡീഷ്യൽ കോടതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ പ്രതികളുമായിട്ട് അന്വേഷണ സംഘം പരിശോധന നടത്തി. ഷുഹൈബിന്റെ MS സൊല്യൂഷന്റെ ആസ്ഥാനത്തും ഈ അബ്ദുൽ നാസർ ജോലി ചെയ്തിരുന്ന മലപ്പുറത്തെ സ്കൂളിലും എത്തിച്ചായിരുന്നു പരിശോധന നടത്തിയത്. തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് 4 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തയ്യാറായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഈ 4 പ്രതികളും നൽകുന്നതിനുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതായത് ഷുഹൈബ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു പങ്കുമില്ല, ഫഹദാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഫഹദിനെ മറ്റൊരു സ്ഥാപനം ആസൂത്രിതമായി സ്ഥാപനത്തിലേക്ക് അയക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ തനിക്ക് പങ്കില്ല എന്ന നിലപാടായിരുന്നു ഷുഹൈബ് സ്വീകരിച്ചത്. എന്നാൽ 4 പേരെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രതികളുടെ വൈരുദ്ധ്യം ഷുഹൈബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശരിയാവുന്ന രീതിയിലേക്കാണ്. അതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കിയത്. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹാജരാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കേണ്ട സാഹചര്യമില്ല എന്നും അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത്, ആവശ്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ലഭ്യമായിട്ടുണ്ട് എന്നുമാണ് അന്വേഷണ സംഘ തലവന്മാർ അറിയിച്ചിട്ടുള്ളത്. ശരി.